നമസ്കാരം. കോൺഗ്രസിൽ നിന്നും അതുപോലെ മറ്റു പാർട്ടിയിൽ നിന്നുമൊക്കെ ഇടതുപക്ഷത്തേക്ക് പോവുകയും വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അല്ലെങ്കിൽ കിട്ടിയ ചില ആളുകൾ ഒക്കെ തന്നെയുണ്ട്. എന്നാൽ ഈ സ്ഥാനമാനങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ട് CPM പരിഗണിക്കുകയേയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ ചേർന്ന മുഖമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ, AK ആന്റണിയുടെയൊക്കെ വലങ്കയായിരുന്നു ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായി പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ച അവസാനം അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ തനിക്കുണം മനസ്സിലായി. അദ്ദേഹം തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ 70 വയസ്സ് പിന്നിട്ട സ്ഥിതിക്ക് അദ്ദേഹം കോൺഗ്രസിൽ മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസിലാണെങ്കിലും ഇടതുപക്ഷത്തിലാണെങ്കിലും ഒക്കെ തന്നെ മത്സരിക്കണമെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണമെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ജനകീയത മാത്രം പോരാ, ജനപ്രിയത മാത്രം പോരാ, മറ്റ് പല പരിപാടികളും വേണം. അതിലൊന്നാണ് പെട്ടിപിടിക്കാനും കാലുതിരുമാനും സ്തുതി പാടാനുമുള്ള കഴിവ്. അതുപോലെ തന്നെ ചില പ്രത്യേക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള അപ്പുറത്തുള്ള ഗ്രൂപ്പുകാരെയൊക്കെ വലിച്ചു താഴെയിടാനുള്ള കഴിവ് ഒക്കെ തന്നെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കോൺഗ്രസിലായാലും CPMലായാലും രക്ഷപ്പെടുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് തെളിയിച്ച് തന്ന നേതാവ് കൂടിയാണ് പഴയ സഖാവായിരുന്ന, അല്ലെങ്കിൽ പഴയ കോൺഗ്രസ്സുകാരനായി പിന്നീട് സഖാവായി ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സുകാരനായ ചെറിയാൻ ഫിലിപ്പ്. ഇടതുപക്ഷത്തേക്ക് പോയവർക്ക് രാഷ്ട്രീയ മരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് അദ്ദേഹവും പോയി, അദ്ദേഹത്തിനും രാഷ്ട്രീയ മരണം സംഭവിച്ചു. അവസാനം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നു. ആ അനുഭവത്തിൽ കൂടിയാണ് സഖാവ് ചെറിയാൻ ഫിലിപ്പ് അല്ലെങ്കിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയവരുടെ രാഷ്ട്രീയ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. കോൺഗ്രസിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന പ്രൊഫസർ KV തോമസ്, പീലിപ്പോസ് തോമസ്, ശോഭന ജോർജ്, KC റോസക്കുട്ടി, ഷാഹിദ കമാൽ, ലതിക സുഭാഷ്, KP അനിൽകുമാർ, PS പ്രശാന്ത്, ഡോക്ടർ P സരൺ, A രാമസ്വാമി, സതികുമാർ, റിയാസ് പഴഞ്ഞി, ബാബു ജോർജ്, ഡോക്ടർ സജി ചാക്കോ തുടങ്ങിയവരിൽ ഒരാൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയല്ല. ഇവർക്ക് പഴയ സ്മരണകൾ അയവിറക്കി കഴിയാം. കോൺഗ്രസിൽ എനിക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകാൻ തയ്യാറായിരുന്നു എങ്കിലും സപ്തതി കഴിഞ്ഞതിനാൽ മത്സരിക്കാനില്ല എന്ന പരസ്യ നിലപാടാണ് മാസങ്ങൾക്ക് മുൻപേ സ്വീകരിച്ചത്. അത്തരം ഒരു നിലപാട് എൻ്റെ പഴയ സുഹൃത്തുക്കളാരും സ്വീകരിച്ചതായി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചെറിയാൻ ഫിലിപ്പിനോട് നമുക്ക് ഒരു പരിധിവരെ യോജിപ്പാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയും ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ ചിന്തകളും ഒക്കെ വിഭിന്നമായിരിക്കാം. എന്നാൽ പോലും ഈ ഇടതുപക്ഷത്തേക്ക് കോൺഗ്രസിൽ നിന്ന് ചാടിപ്പോയവരുടെ രാഷ്ട്രീയ മരണത്തെക്കുറിച്ചാണ് ചെറിയാൻ ഫിലിപ്പ് ഈ പരാമർശിച്ചിരിക്കുന്നത്. ഇവർക്കാർക്കും സീറ്റില്ല എന്ന് വിചാരിച്ച് അത് രാഷ്ട്രീയ മരണം ആകണം എന്നില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തേക്ക് പോയ ഇതിനകത്തെ പല ആളുകൾക്കും, ഇപ്പോൾ PS പ്രശാന്തിന്, ശോഭന ജോർജിന് ഒക്കെ തന്നെ ചില പദവികളൊക്കെ തന്നെ നേരത്തെ, അതുപോലെ KP അനിൽകുമാറിനൊക്കെ തന്നെ ചില പദവികളൊക്കെ തന്നെ നൽകിയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് സീറ്റ് കൊടുക്കണം എന്ന നിയമമോ നിർബന്ധമോ ഒന്നും തന്നെയില്ല. ഇപ്പം സന്ദീപ് വാര്യർ, അദ്ദേഹം സ്വന്തം പോസ്റ്റർ സ്വന്തം ചെലവിൽ അച്ചടിച്ച് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ കേട്ടു. അദ്ദേഹം BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ വ്യക്തിയാണ്. അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്. കൂറുമാറ്റുന്നതും അല്ലെങ്കിൽ കൂറുമാറുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നതൊന്നും രാഷ്ട്രീയത്തിൽ പുത്തരിയൊന്നുമല്ല. എന്തായാലും രാഷ്ട്രീയ മരണത്തെക്കുറിച്ച് സ്വന്തം അനുഭവത്തിൽ നിന്ന്, ഇടതുപക്ഷത്തേക്ക് പോയതിൻ്റെ രാഷ്ട്രീയ മരണത്തെക്കുറിച്ച് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അദ്ദേഹത്തിനും ഇപ്പം KTDC ചെയർമാൻ സ്ഥാനമൊക്കെ കിട്ടി എന്നുള്ളതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ MLA ആകാനോ മന്ത്രിയാകാനോ ഒന്നും തന്നെ മറ്റു പാർട്ടിയിൽ നിന്ന് വന്നവർക്ക് ഇടതുപക്ഷത്തോ പ്രത്യേകിച്ചും CPMൽ ഒരു സ്ഥാനവുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അംഗീകാരവും കിട്ടില്ല എന്നുള്ള ബോധ്യം ചെറിയാൻ ഫിലിപ്പിന് നേരത്തെ തന്നെ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരിച്ച് തറവാട്ടിലേക്ക് മടങ്ങി വന്നത്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ ഒരു വീക്ഷണത്തെ വളരെ പോസിറ്റീവായി കാണുന്നു. എന്തായാലും ഇടതുപക്ഷത്തേക്ക് ഇനിയും ആളുകൾ വരട്ടെ, അവരൊക്കെ തന്നെ പാർട്ടി വിട്ട് ഇടതുപക്ഷത്ത് ചേരട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടും, നക്കാപ്പിച്ച കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും എന്നുള്ള മോഹം കൊണ്ടാണ് വരുന്നത്. പക്ഷേ അവിടെ ചില തമ്പ്രാക്കന്മാരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നിങ്ങൾ വന്നാൽ നിങ്ങളെ രക്തഹാരം അണിയിച്ച് സ്വീകരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പദവി തരുമായിരിക്കും, പക്ഷേ അതോടുകൂടി തീർന്നു. നിങ്ങളെ ജനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ വിസ്മരിക്കും. രാഷ്ട്രീയ മരണം എന്നത് സമ്പൂർണ്ണമല്ലെങ്കിലും ഏതാണ്ട് രാഷ്ട്രീയ പാരാലിസിസ് അല്ലെങ്കിൽ ഒരു തളർവാദത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.